ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നീ കേട്ടതെല്ലാം പോയി, നീ കേൾക്ക പോകരുത്. നിശാ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടൈ വാലിബൻ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഇൻ മൈ എക്സ്പീരിയൻസ് the worst film ever made by ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ. ശരിക്കും ഒരു പെയിന്റിംഗ് പോലെയുള്ള കുറേ ഫ്രെയിംസ് ഇങ്ങനെ എടുത്തു വെക്കാനായിരുന്നെങ്കിൽ ലിജോയ്ക്ക് വല്ല മാതൃഭൂമി യാത്രാ മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിച്ച പോലെ. ഓ ലൈക്ക് അങ്ങനത്തെ ഫ്രെയിമാണ്. സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലൈക്ക് ഇത് കാണുമ്പോഴേ ലാലയുടെ ഇൻട്രോ നിർത്തിയെന്ന് അവമാനിക്കുവാണെന്ന് ടിനു പാപ്പച്ചൻ പുള്ളി ഇന്റർവ്യൂല് എന്തായിരുന്നു പറഞ്ഞത്? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. തിയേറ്റർ കുലുങ്ങും. അതായത് കൊത്തരാജുവിന്റെ പടത്തിന് ലാലടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതില്. ഇൻട്രോ എന്ന് പറയുന്നത് ഗംഭീര. ലാലേട്ടന്റെ രണ്ട് കാലുകൾ ഒന്ന് വന്ന് ശരിക്കും ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ കുലുങ്ങേണ്ടതായിരുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒരു ചക്കക്കുരു പൊട്ടുന്ന പോലെയാണ് ഫൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തിന് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്നാലും പറഞ്ഞ് എഴുതി കാണിക്കേണ്ട ആവശ്യം എന്താ? ഒരു കൈവതം നാറ്റുകരുത്. ഡയലോഗ്സ് ഒക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഇതുപോലത്തെ കോമഡി പീസ് മൊണ്ണ കഥാപാത്രങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ചിരിക്കുമല്ലാതെ വേറെന്താ ചെയ്യാ? നീയൊക്കെ കൂടി എന്റെ അന്നം മുട്ടിക്കുവാടാ. അറിഞ്ഞില്ലോ, ആരും പറഞ്ഞില്ല. 3 മണിക്കൂർ ഇത്രയും ഒരു അപരാധം. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. എഴിമലക്കൊട്ടയിലെ മയിലാട്ടും കാമുകനെ കണ്ടവരുണ്ട്, അവനെ കണ്ടവരുണ്ട് എഴിമലക്കൊട്ടയിലെ.